മുറ്റമടിക്കുന്നതിൽ ഒരു തമിഴ് സ്റ്റൈലുണ്ട്. എവിടെ ശരിയായ നാട്? മലയാളം ഒട്ടും അറിയില്ല. വന്ന ആദ്യ ദിവസമല്ലേ, ലീവ് എടുക്കായിരുന്നില്ലേ? അയ്യോ അമ്മ, അമ്മ ഭാഷ പോലും അറിയാത്തൊരു പാവം പെൺകുട്ടി. വന്ന ആദ്യ ദിവസം തന്നെ ചൂലെടുത്ത് കൈ കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ അമ്മേ? നേരാ നീ പറഞ്ഞത്. ഇത്രയധികം മനുഷ്യ സ്നേഹമുള്ള ഒരു മോനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇങ്ങതാ പെണ്ണെ, നീ തന്നെ അങ്ങ് അടിച്ചു വാര. അടിച്ചു വാരടാ. നീ അങ്ങ് മെലിഞ്ഞു പോയല്ലോടി. എങ്ക കുഞ്ചുലക്ഷ്മി? എന്റെ അമ്മേ, കുഞ്ഞുലക്ഷ്മി കറക്കാൻ വന്നതാ? ഇത് കുത്തും. ഇതിനെ പതിവായിട്ട് കറക്കുന്നതേ ഞാനാ. ആ വെള്ളം ഇങ്ങ അറിയ. ഇനി ആ വെള്ളം ഇങ്ങ അറിയ. ഈ കുഞ്ഞുലക്ഷ്മി ഇത്തിരി കുഴപ്പക്കാരിയാ. ഭാഷ മാറി കറന്നാൽ അവൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ആ അവിടെ നിൽക്കേ. ഞാൻ ഇവിടുത്തെ കാര്യത്ത്, നിങ്ങൾ ഇവിടുത്തെ കാര്യത്ത്. നമ്മൾ ഒരുമിച്ചൊരു പശുവിനെ കറന്നെന്ന് വിചാരിച്ച് ആരും ഒന്നും പറയാൻ പോകുന്നില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതാ കറന്നൂടെ? പണിയൊക്കെ തീർന്നെങ്കിലേ നീ പോയി കുളിച്ചോ വേണ്ടേ? അപ്പുറത്ത് കുളമുണ്ട്. നല്ല നിലാവുണ്ട്. പേടിക്കാതെ കുളത്തിലേക്ക് ചെന്നോളൂ. സ്ത്രീകൾ കുളിക്കുന്ന കുള. അധികം ആഴമില്ല. നീന്താൻ അറിയോ? നീന്താൻ വലിയേട്ടാ, ഈ നേരത്തെ എങ്ങോട്ടാ? ഒന്ന് കുളിക്കാൻ. വല്ലാത്ത വിയർപ്പ്. ചെല്ല്, നല്ല നിലാവുണ്ട്. ഇപ്പൊ നീന്താൻ നല്ല സുഖ. നിലാവ് നീന്തല് തമ്മിൽ എന്താണ് കഴുതേ ബന്ധം? അല്ല, എവിടെയെങ്കിലും ഇത്തിരി നിലാവ് കാണുമ്പോഴാണല്ലോ എല്ലാവർക്കും നീന്താൻ തോന്നുന്നത്. പവിഴം പവിഴം പേടി തോന്നുന്നുണ്ടോ? പവിഴം പേടിയില്ലല്ലോ ചേട്ടാ. അമ്മാവനോ? അല്ല, അമ്മാവി. വീണ് കിട്ടിയ ഇത്തിരി സമയല്ലേ, അവരവിടെ നന്നായിട്ട് കുളിക്കട്ടെ. നമുക്കിവിടെ ഇത്തിരി നേരം ജീവിക്കാം. നീ ശരിക്കും ഇവിടുത്തെ വേലക്കാരിയായി മാറി അല്ലടി? இல்லைங்க, எனக்கு எந்த கஷ்டமும் இல்லை. உங்க அம்மா ரொம்ப நல்லவங்க. என்னால் இந்த குடும்பத்துக்கு எந்த பிரச்சனையும் வராது. கொஞ்ச நாளைக்கு இப்படின்னு தானே சொன்னீங்க. அதுக்கப்புறம் எல்லாம் சரியாயிரும்ல? ശരിയാവും, ശരിയാക്കണം. விடுங்க, சாந்தி முகூர்த்தத்துக்கு முன்னால இதெல்லாம் வேண்டாங்க. അതവിടെ. ഇവിടെ എല്ലാം സ്നേഹ. സ്നേഹിക്കാൻ ഒരു മുഹൂർത്തം വേണം. ഞാൻ കുളിക്കാൻ വരുമ്പോ തന്നെ നിനക്കും കുളിക്കണം അല്ലേ? ഒരുമിച്ച് കുളിക്കുമ്പോഴല്ലേ അമ്മാവാ ഒരു രസം. കുളിക്കാൻ പറ്റിയില്ല അല്ലേ? ഇനി നീ കുളിമുറി കുളിച്ചാ മതി. വാ. മാണിക്യ വീണ വിലാളയന്തി മദാലസ മഞ്ജുള വാക്വിലാസ മഹേന്ദ്ര. മച്ചമ്പിയും പിള്ളേരും ഉറങ്ങിയോടി? ആ, മൂത്ത മോനും മച്ചമ്പി ഇപ്പോഴും കുളത്തിലുണ്ട്. എന്താ, നിങ്ങൾക്കൂടെ പോണോന്നുണ്ടോ? അവളുടെ പേരെന്താന്നാ പറഞ്ഞേ? ആരുടെ? ആ തമിഴത്തി പെണ്ണിന്റെ. പവിഴം. നിന്റെ പേരെന്താന്നാ പറഞ്ഞേ? എന്റെ പേര് ഇതുവരെ ആയിട്ടും കേട്ടിട്ടില്ലേ? അല്ല, എന്നാലും പറ, നിന്റെ പേരെന്തുവാടി? ബാനു. ഭാനുമതി. അങ്ങനെ നോക്കുമ്പം പവിഴം എന്ന് പറയുന്നത് അല്പം വില പിടിച്ച പേരല്ലേ? അതെ, ആ കുട്ടിയുടെ ഇത്തിരി വില പിടിച്ച പേരാ. എന്റെ പേരിന് ഇത്തിരി വില കുറവാ. നാളെ തന്നെ അവളെ ഇവിടുന്ന് പറഞ്ഞു വിടണോ? വയസ്സുകാലത്ത് ഓരോരോ ഇളക്കങ്ങള്.
ഇവിടെ എന്താ ഒരു മരാമത്ത് പണി? ഇങ്ങനെ ഞാൻ തറയ്ക്കാം. പവിഴം ഇനി അയ്യോ, അവൾക്കൊരു ആണിയടിക്കാൻ നീ എന്തിനാ ജയകൃഷ്ണ കഷ്ടപ്പെടുന്നത്? ആരെയും കാണാഞ്ഞിട്ട് എന്നെ ഒന്ന് വിളിച്ചോണ്ടാ ഞാൻ ഇങ്ങോട്ട് പോന്നെ. അല്ലേ പവിഴം? അമ്മാൻ പോയി കിടന്ന് ഉറങ്ങ്. മാണികത നീ പോടാ. കുട്ടിക്ക് ഇപ്പോ എന്താ ഇവിടെ തൂക്കേണ്ടത്? വേണേ ഞാനൊരു പടം തരാം. ഇതാരാ, മുത്തച്ഛനാ? കടവുൾ. കടവുൾ എപ്പോഴാ ഈ വേഷത്തിൽ ഇറങ്ങിയത്? കുട്ടിക്ക് ഇനിയും വല്ല ആണി അടിക്കണമെങ്കിൽ എന്നോട് പറഞ്ഞാ മതി കേട്ടോ. പെങ്ങളെന്താ ഇവിടെ? ആങ്ങളെന്താ ഇവിടെ? ഞാൻ ആണിയുടെ അകത്തുനിന്ന് തുറക്കാവുന്ന വാതിലുകളായല്ല. ആ സമയത്ത് ആണുങ്ങളെ ഇതിനകത്ത് കണ്ടാൽ അത് നീ തുറന്നു കൊടുത്തിട്ടാണെന്നേ ഞാൻ പറയൂ. 5-6 ആണുങ്ങളുള്ള വീടാ. പേരുദോഷം കേൾപ്പിക്കരുത്. ഭാഷ തമിഴായാലും ശരി, തെലുങ്കായാലും ശരി, കാര്യം മനസ്സിലാക്കാൻ ഒരു പെണ്ണിന് ഭാഷയൊന്നും ആവശ്യമില്ല. ഞാൻ പറയുന്നത് മനസ്സിലാക്കിക്കണം. എന്താടാ? അമ്മ പറഞ്ഞ മുഴുവൻ ഞാൻ കേട്ടു. അതുകൊണ്ട് പറയാ, ഞാൻ പറയുന്നിട്ട് ബഹളം വെക്കരുത്. പൊള്ളാച്ചിയിൽ അവരുടെ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടും നമ്മുടെ അന്തസ്സോർത്തോണ്ടും പറയുക, അവളോട് ആ തളത്തി കിടക്കാൻ പറഞ്ഞ ശരിയായില്ല. അവിടെ എന്ത് സുരക്ഷിത്വം അമ്മയുള്ളത്? പുറത്തുനിന്നൊരുത്തൻ ജെല്ലി കൂടെ കൈയിട്ട അവളൊന്ന് നിലവിളിച്ച നമ്മൾ ആരെയും കേൾക്കോ? അവളകത്ത് കിടത്ത്. ഇനി നീ ഇതിനകത്ത് കിടന്നു. ആ, കുട്ടിയുടെ മുത്തച്ഛന്റെ പടമേ ഇതിനകത്ത് തൂക്കിക്കോളൂ. ഇത് നല്ല അടച്ചുറപ്പുള്ള മുറിയാ. പണ്ടങ്ങാണ്ട് അരിയുടെ അച്ഛന്റെ ബന്ധത്തിൽ ആരോ ഇതിനകത്ത് ഒരു കാരണവുമില്ലാതെ തൂങ്ങിച്ചെത്തിട്ടുണ്ട്. അങ്ങനെ കൊണ്ട് ഒരു കുഴപ്പം ഉണ്ടാവില്ല. പേടിയുണ്ടോ? ഉണ്ടെങ്കിൽ പറ. കൂട്ടിന് ആരെങ്കിലും വേണോ? ഞാൻ വന്ന് കിടക്കാം. ഓ, ഞാൻ പറയുന്നതൊന്നും ഈ പെണ്ണിന് മനസ്സിലാവുന്നില്ലെന്ന് തോന്നുന്നു. നീ കഥയും ജനലും ഒക്കെ അടച്ച് കിടന്നുറങ്ങ്. നീ അവക്കൊരു താമസം ശരിയാക്കി കൊടുത്തു അല്ലേ? നന്നായി. നിന്റെ എന്റെയൊക്കെ മനസ്സ് ശുദ്ധ. അതുകൊണ്ടാ നമുക്കൊക്കെ ഇങ്ങനെ തോന്നുന്നത്. നന്നായടാ. ഞാൻ മനസ്സിൽ കണ്ടത് തന്നെയാ നീ ചെയ്തത്. ഇപ്പോ അകത്തൊരു കുളിരുണ്ട്. ഇനി ഭക്ഷണവും കൂടി അവിടെ കൈകൊണ്ടാകുമ്പോ ഉറക്കം കൂടി ശരിയാകും. പവിഴം അടുക്കളയിൽ കയറേണ്ടെന്നാ പെങ്ങള് പറഞ്ഞത്. ഭക്ഷണം നമുക്കിപ്പോഴും ഒരു പ്രശ്നമാണ്. അതെ. ഉറങ്ങണില്ലേ? ഉണ്ട്.
സംസാരിച്ചൊക്കെ നേരമില്ല, പെട്ടെന്ന് പോണം. ആരൊക്കെയാണ് പിന്നിലുള്ളതെന്ന് പോലും എനിക്കറിയില്ല. പിടിച്ചു പോയാൽ ആ കുഴപ്പമാവും. സൗഖ്യമാ? എന്തു വന്നാലും ഉറങ്ങുന്നതിന് മുമ്പ് നിന്നെ വന്നൊന്ന് കാണണം എന്നുള്ള വാശിയിലായിരുന്നു. അത് സാധിച്ചല്ലോ, അത് സാധിച്ചല്ലോ. കിടന്നോളൂ. ഞാനങ്ങ് ഗൾഫിലാണെന്ന് വിചാരിച്ചാൽ മതി. സമയം കിട്ടുമ്പോൾ ഇതിനൊക്കെ ഒന്ന് കാണാം. പോയി പടുത്തിട്ട് തൂക്ക്. ഇവിടെ ഓണത്തിന് മുറ്റത്ത് പൂവിടുന്ന പതിവുണ്ട്. നീ എന്ത് മന്ത്രവാദമായി കാണിക്കുന്നേ? ഇതല്ലേ മച്ചമ്പി കോലം? വരച്ചു വരച്ചതിപ്പോ ഒരു കോലത്തിലായത് ലക്ഷണമുണ്ട്. അവള് വരയ്ക്കുന്നതേ നമുക്ക് തിന്നാനുള്ള പുട്ടിന്റെ പൊടിയെടുത്താ. തലയ്ക്ക് അസുഖം വല്ല ആണെങ്കിലേ എല്ലാത്തിനും പൊക്കിയെടുത്ത് ഞാൻ പുറത്തെറിയും. മനുഷ്യർ തിന്നാനുള്ള സാധനം എടുത്താണ് അവിടെ മുറ്റത്ത് വരച്ചു കളിക്കുന്നത്. കേറി പൊടിയകത്ത്. നിങ്ങൾ എന്തോന്നാ വായും പൊളിച്ച് നോക്കി നിൽക്കുന്നത്? ഞാൻ എല്ലാം കാണുന്നുണ്ട്. പെങ്ങളെ, അവളൊരു കോലം വരച്ചതാ. അവരുടെ നാട്ടിൽ ദിവസവും രാവിലെ ചെയ്തൊരു തൊഴിലായത്. ഈ കിടക്കുന്നൊരു മഹാലക്ഷ്മിയാ. ഒരു പെൺകുട്ടി വീടിന്റെ മുറ്റത്ത് മഹാലക്ഷ്മിയെ കൊണ്ടിരുത്തുമ്പോ വേണ്ടാന്ന് പറയണ മച്ചമ്പി? പറയണ്ട. வீடுனா கோலம் போடுறதா வழக்கம். அப்பதான் லட்சுமிகரமா இருக்கும். கோலம் மாவுன்னு நினைச்சுதான் அதை எடுத்தேன். പുട്ട് ചുടാൻ വെച്ചിരുന്ന പൊടി എടുത്ത് നിന്നോടാരാ കോലം വരയ്ക്കാൻ പറഞ്ഞത്? എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചിട്ട് ചെയ്താ പോരെ? അമ്മ അടിപ്പാங்களா? അമ്മ അടിക്കാൻ വന്ന ബോധം കെട്ട് വീണു. ബാക്കി കാര്യം ഞാൻ ഏറ്റു. അയ്യോ, എന്താ നീ അവളോട് എന്ത് തെമ്മാടിത്തരാ കാണിച്ചേ? അവളെന്താ കരഞ്ഞോണ്ട് പോന്നെ? വൃത്തിയായിട്ട് കാണിച്ച കൊന്നുകളയും ഞാൻ. ഞാനൊന്നും ചെയ്തിട്ടില്ല. പ്രശ്നം വേറെയാ. എന്താ പ്രശ്നം? അവൾ ഇന്നലെ രാത്രി ജയേട്ടനോട് സംസാരിച്ചെന്നും പറഞ്ഞ് അമ്മ അവളെ പൊതിരെ തല്ലി. ഞാൻ എപ്പോ സംസാരിച്ചു? ജയേട്ടന് ഇപ്പൊ അവസ്ഥയ്ക്ക് പോണ്ട. தெரியாம இந்த தப்ப செஞ்சுட்டு இனிமே இப்படி செய்ய மாட்டேன். என்ன மன்னிச்சிடுங்க. നീ പറയുന്നത് പലതും എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നുവെച്ചാ തെറ്റ് കണ്ടാ ഞാൻ വഴക്ക് പറയും. ചിലപ്പോ അടിച്ചെന്നും വരും. എന്റെ അമ്മ എന്നോട് ക്ഷമിക്കണം. ഇതെന്താ? ഓരോരോ പ്രായത്തിൽ ഓരോരോ തെറ്റുകൾ ഏത് മക്കളും ചെയ്യും. ഞാനങ്ങനെ അറിയാതെ വല്ല തെറ്റും ചെയ്തു പോയിട്ടുണ്ട്. അമ്മ എന്നോട് ആരായാലും ഒന്ന് പൊട്ടിച്ചിട്ടേ ഞാൻ ക്ഷമിക്കത്തുള്ളടാ. അപ്പൊ നീ ആയിരുന്നു പുട്ടിന്റെ പൊടിയെടുത്ത് അവക്ക് കൊടുത്തത് അല്ലേടാ? ഹരീഷ്ണ, പവിഴമല്ലിപ്പൂവിരിഞ്ഞു പവിഴമേ. ഹായ്, ഇന്ന് നല്ല സ്റ്റൈലിലാണല്ലോ. എന്താണെന്നറിയില്ല, ഇപ്പോ എല്ലാവരുടെയും മുഖത്ത് നല്ല തെളിച്ചമുണ്ട്. പാലെങ്ങനെയുണ്ട്? പാലിപ്പോഴും പണ്ടത്തെ പോലെ തന്നെ ഏട്ടാ, വെളുത്തിട്ട്. അത് തന്നെ ഞാനും ചോദിച്ചത്. ശമ്പളം കൊടുക്കുന്നുണ്ടെങ്കിലേ അത് ഞാൻ കൂടി അധ്വാനിച്ചുണ്ടാക്കി കാശാ. ചോദിച്ചാൽ ഉത്തരം പറയണം. അങ്ങനെ അങ്ങ് ദത്തെടുക്കല്ലേ. അങ്ങനെ ഉത്തരം കിട്ടണമെങ്കിലേ അവളോട് തമിഴിൽ ചോദിക്കണം. അല്ലെങ്കിൽ അവള് കരുതും വല്ല മന്ദബുദ്ധിക്കാരനുമാണെന്ന്. അതിന്റെ നാണക്കടേ എനിക്കും കൂടാ. ഞാനാടോ കുട്ടൻ നായർ. മരുമകൻ അറിയുവാൻ കൗണ്ടർ കുട്ടൻ നായർ എഴുതുന്നത്. അവിടെ പരമാനന്ദമാണെന്ന് പറഞ്ഞ് പവിഴം എഴുതിയ കത്തുമായി പെരിയ കൗണ്ടർ എന്നെ കാണാൻ വന്നിരുന്നു. താൻ ജീവനോടുണ്ടെന്നും തനിക്ക് സുഖമാണെന്നും ആ കത്തിലൂടെ ഞാൻ മനസ്സിലാക്കി. ഇന്ന് തീയതി 15. അടുത്ത 19 രേവതി നക്ഷത്രത്തിലാണ് തന്റെ ശാന്തി മുഹൂർത്തം. ഓർമ്മയുണ്ടോ? ഇന്ന് എത്ര രമ തീയതി? ഇന്ന് 19 അല്ലേ? ഇന്നെന്റെ ശാന്തി മുഹൂർത്ത. ശാന്തി മുഹൂർത്തോ? അതെന്താ സാറേ? അതൊരു ഭയങ്കര മുഹൂർത്ത. സകലതും തവിട് പൊടിയാക്കുന്നൊരു മുഹൂർത്തം. അവള് ചന്തയിൽ പോയി.
ഇല്ല അവളെ കാണുന്നുമില്ല, അമ്മ എന്തോ ജോലിയിലുമാണ്. അപ്പൊ ഞാൻ കരുതി ഇനി അവളെ പറഞ്ഞയച്ചിട്ടുണ്ടാവുന്നു. അങ്ങനെ ഇപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ കൂടി അവളെ എന്റെ അടുത്തൊന്ന് പറഞ്ഞയക്കണ്ട. അവളിപ്പോ എനിക്കൊരു മോളാ, അങ്ങനെ കരുതാനേ പറ്റുന്നുള്ളൂ. എന്നിട്ടും അമ്മ അവളെ ചീത്ത വിളിക്കാറുണ്ടല്ലോ, അതെന്താ? തെറ്റ് കണ്ടാ കൊല്ലും ഞാൻ. മോളാണെന്ന് കരുതിയാലേ ഇച്ചിരി സ്വാതന്ത്ര്യത്തോട് കൊല്ലാമല്ലോ, അതുകൊണ്ടാ. നിനക്ക് നല്ല വിഷമമുണ്ടെന്ന് എനിക്കറിയാം. ഇങ്ങനെ ഒരു ത്രിശങ്ക സ്വർഗത്തിലായിരിക്കും നമ്മുടെ വിവാഹ ജീവിതം എന്ന് നീ കൊണ്ടുവന്ന കുതിരവണ്ടിയിൽ അന്ന് കയറിയിരുന്നപ്പോ ഒരിക്കലും ഞാൻ ഓർത്തിരുന്നില്ല മോളെ. ചിലപ്പോ തോന്നുന്നു സത്യം എല്ലാവരോടും ഒന്ന് തുറന്നു പറഞ്ഞാലോന്ന്. പിന്നീടുണ്ടാകുന്ന ഭൂകമ്പം ഓർക്കുമ്പോ തൂങ്ങിച്ച തലന്നൂരെ തോന്നും. ജയണ്ണനിക്ക് എങ്കിട്ടപ്പ കാതൽ ഏട്ടനാണെന്നൊന്നും ഞാൻ ഓർക്കൂല, കൊല്ലും ഞാൻ അവനെ. ഇന്ന് രാത്രി നീ ഇറങ്ങി വരണം, ഞാൻ തൊഴുത്തിൽ കാത്തിരിക്കും. എങ്കിൽ തൊഴുത്ത് പശു പശു അവിടെ പശുക്കളെ ഉള്ളൂ. ഇത്തിരി മനസ്സമാനത്തോടെ പുല്ല് മിരിച്ച് നമുക്ക് കിടക്കാം. ചിരിക്കണ്ട, ഉണ്ണിയേശുന് പുൽത്തൊഴുത്തിൽ ജനിക്കാമെങ്കിലേ നമുക്ക് നമ്മുടെ ശാന്തി മുഹൂർത്തം അവിടെ വെച്ച് തന്നെ ആഘോഷിക്കാം. നീ വാ, ഞാൻ അതിനകത്തുണ്ടാവും. കുഞ്ഞുലക്ഷ്മി, ഞങ്ങൾക്ക് കിടക്കാൻ ഇത്തിരി സ്ഥലം എടുത്തിട്ടുണ്ട്. അമ്മയും മോനും കൂടി അത് ചാണകട്ട് നാറ്റിക്കരുത്. അവളെന്താ വരാത്തത്? ജയേട്ടന്റെ മുറിയിൽ ലൈറ്റ് ഉണ്ടല്ലോ ഈശ്വര, വരും. അണ്ണൻ, അക്ക, ചക്ക, തങ്കച്ചി, ഞാൻ ഉണ്ണை விட மாட்டேன், നീ എൻ പുന്നകൈ മന്നൻ. വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി, വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി, വേലക്കാരിയായിരുന്നാലും നീ മോഹവല്ലി, വേലക്കാരിയായിരുന്നാലും നീ മോഹവല്ലി. എന്താണ് അവിടെ? ജോലി കഴിഞ്ഞെങ്കിൽ പവിഴത്തോട് ചോദിച്ചിത്തിരി തമിഴ് പഠിക്കാമെന്ന് കരുതി. ഒരു സന്ദർഭം കിട്ടുമ്പോ വെറുതെ കളയണോ? ഓടാ, സന്ദർഭം കിട്ടിയപ്പോ നേരാൻ വേണ്ട എഴുതാനും വായിക്കാനും പഠിക്കാത്ത നീയാ ഇപ്പൊ തമിഴ് പഠിക്കുന്നത്. പോടാ പൈത്യക്കാരാ, പോയി തൂങ്ങടാ, ഇല്ലെങ്കി കൊന്നിടുവേ. നീ കഥ കടച്ച് തൂങ്ങ്. ഇവിടെ എങ്ങാണ്ടാണല്ലോ വീണത്. എല്ലാരും എന്തോന്നാ തപ്പിക്കളിക്കുന്നത്? എന്റെ കയ്യിൽ നിന്നൊരു ഗുളിക താഴെ വീണു, അത് തിരയായിരുന്നു. മച്ചത്തേക്കോട്ടാ രാത്രിയില്. ഞാനൊന്ന് ഭാര്യ വീട് വരെ. ഓ ഗോപികൃഷ്ണ, പറമ്പിൽ നെല്ലിക്കായത്തുണ്ട്, 3 ചാക്ക് കിട്ടുവോ? 2 ചാക്കേ പറിച്ചോളാ. കുറച്ചുകൂടെ പറിക്കേ. എല്ലാറ്റിനും തലേ തളം വെക്കേണ്ട നേരമായി. മച്ചമ്പി,